ഹലോ മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്താവും എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ചാറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 2 ബോട്ടിൽ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ട് പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് ഈ പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു സവാള, അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ആ തക്കാളി കുക്കറിലേക്ക് വെക്കുമ്പോൾ 4 വരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തൊലി പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും, ഇത് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുക. ഇങ്ങനെ കുക്കർ അടച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. അതിന്റെ തോല് നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. എന്നിട്ട് നമ്മൾ ഒറിഗാനോ ലീവ്സ് കയ്യിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് ഞെരടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഇതിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ അധികം ലൂസാകാൻ പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടണം. അപ്പോഴൊക്കെ നമ്മൾ നേരത്തെ ഈസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് മൈദ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് ഞെരടി എടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം, വേറെ ഒന്നുകൊണ്ടും ചെയ്യരുത്. കാരണം ആ ഒരു സോഫ്റ്റ് ആകണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, എന്നാൽ മാത്രമേ ഈ പിസ്സ പൊന്തി വരത്തുള്ളൂ. കൈവച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം വീണ്ടും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് കാശ്മീരി മുളക്, പിന്നെ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ കട്ടായി പോയി. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കൈവച്ച് തന്നെ അതും നല്ല മിക്സ് ചെയ്ത് എടുക്കുക. എന്നാൽ മാത്രമേ ഇതിന് മസാല എല്ലാ ഭാഗത്തും എത്തത്തുള്ളൂ. നമ്മൾ സ്പൂണൊക്കെ വെച്ച് ചെയ്ത് അത് എല്ലാ ഭാഗത്തും എത്തില്ല. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ പൊരിച്ചെടുക്കുക. നല്ല ഡ്രൈ ആയിട്ട് പൊരിച്ചെടുക്കണ്ട, ചിക്കൻ നന്നായിട്ട് വേകുക, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വരുന്ന രീതിക്ക് പൊരിച്ചെടുക്കുക. അപ്പോഴൊക്കെ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. നമ്മൾ വൃത്തിയുള്ള ഒരു സ്ഥലത്തേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് അവിടത്തേക്ക് മാറ്റി വീണ്ടും ഒന്ന് നന്നായിട്ട് അതിനെ കുഴച്ച് സെറ്റാക്കി എടുക്കുക. നമ്മൾ എത്ര പിസ്സയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് അത് മുറിച്ച് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് ഓവൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓവനിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് ദോശയുടെ പാത്രത്തിലും ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പരത്തിയതിനു ശേഷം വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴൊക്കെ അത് നന്നായിട്ട് പൊങ്ങി വരും. ഒരു ഫ്രോക്ക് വെച്ചിട്ട് അതിന്റെ മേലെ നിറച്ച് ഹോൾസ് ചെയ്ത് കൊടുക്കുക. എന്തിനാ വെച്ചാൽ നമ്മൾ മസാല ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് അതിന്റെ മേല് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ചീസ് വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കം ചോളവും ആണ് ഇതിനെടുത്തത്. വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മേലെ ഒരു ലെയർ ചീസും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് അതിൻ്റെ ലുക്കൊക്കെ അടിപൊളിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒടുവിൽ പിസ്സ ആക്കി എടുത്തു. ഇനിയിപ്പം ഓവനിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ ലീവ്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഓവനിലേക്ക് വെച്ചു. ഒരു 15 മിനിറ്റ് ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പുറത്തെടുത്തു. കട്ടിയാണ്, കാണാൻ അടിപൊളിയാണ്. അപ്പൊ ഗൈസ്, പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതാ കാണാനൊക്കെ അടിപൊളിയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? കഴിക്കട്ടെ. അടിപൊളിയാണ്. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരാൾക്കും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആമികളവാ, അവളൊന്നും പറയാണ്ട് പോയി. അങ്ങനെ ഇഷ്ടായിക്കാ? അപ്പൊ നമ്മളെ ക്യാമറ മേനോത്തിക്കു ഒന്ന് കൊടുക്കാം.
ഉണ്ട് അടിപൊളിയല്ല. അപ്പം എന്തായാലും ഞാനിത് കഴിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.